പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം എവിടെയോ സ്റ്റക്കാണ്. ഫ്രണ്ട്സ് എല്ലാം പല പ്ലാനും പറയുന്നു, പാരൻസ് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു, സോഷ്യൽ മീഡിയ ആണെങ്കിലോ സക്സസ് സ്റ്റോറീസ് മാത്രം കാണിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഡയറക്ഷൻ ഇല്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഉള്ളിൽ ഒരു ഡൗട്ട് വരും. നമസ്കാരം, മെൻ്റൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാസുവാണ്. ഈ ചാനൽ ആരംഭിച്ചത് മോട്ടിവേഷണൽ കോട്ട്സ് പറഞ്ഞുകൊണ്ട് ഒരു മൊമെൻ്ററി ഫീൽ ഗുഡ് ക്രിയേറ്റ് ചെയ്യാനല്ല, വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോ കാണുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു മാതാപിതാവാണെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നോ വറീസ് അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും എന്തോ സെറ്റായി മുന്നോട്ട് പോകുന്ന പോലെയൊക്കെ തോന്നും. ഞാൻ മാത്രം കൺഫ്യൂസ്ഡായി നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ക്ലാസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ട്യൂഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫോൺ തുറന്നാലാണെങ്കിലോ ഫ്രണ്ട്സ് എല്ലാം ഫ്യൂച്ചർ പ്ലാൻ പറയുന്നുണ്ട്, പാരൻസിനാണെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ചോദിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ മാത്രം സൈലൻ്റാണ്. അത് ഉള്ളിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടല്ലേ? ആദ്യം തന്നെ ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ അത് ക്ലിയറാക്കി തരാം. ഇതൊരിക്കലും ഒരു വീക്ക്നെസ് അല്ല, ഇത് ഫെയിലിയറുമല്ല. ഇത് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. വേൾഡ് മാറി, പക്ഷേ നമ്മുടെ കോൺവെർസേഷൻ മാത്രം മാറിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻസാണ്. വീട്ടിൽ നിന്ന് ചോദിക്കും, ഇനി എന്താ ചെയ്യാൻ പോകുന്നു? കോച്ചിങ് സെൻറ്ററിൽ പോയാലോ, ഇതാണ് സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻ തരും. സോഷ്യൽ മീഡിയ കയറിയ IIT, AI, ക്രോർ പാക്കേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഒരു ചെറിയ ചോദ്യം, അതാരും നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എല്ലാവരും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആരും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഡേഞ്ചറസ് തോട്ട് ഉണ്ടാകുന്നത്, എനിക്ക് ക്ലാരിറ്റി ഇല്ല, അപ്പോൾ ഞാൻ വീക്കാണ്. അതൊന്നുമല്ല പ്രോബ്ലം, അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല. നിങ്ങളോടെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വോയിസ് മിസ്സാവുന്നു, അതാണ് യഥാർത്ഥ പ്രോബ്ലം. ഞാൻ ഹോണസ്റ്റായിട്ട് പറയാം, സൊസൈറ്റി പ്ലസ് ടുവിന് ഒരുപാട് ഹെവി മീനിങ് കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് എന്താണ്? ഇപ്പോൾ തെറ്റിയാൽ ലൈഫ് മുഴുവൻ തെറ്റും. ഇതൊരു കോർട്ട് വെഡിക്റ്റ് പോലെയാണ്, ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലെ. പക്ഷേ റിയൽ ലൈഫ് എന്താണ്? ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പാത്ത് ചേഞ്ച് ചെയ്തിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പലതവണ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നിങ്ങളോട് ആരും പറഞ്ഞു തരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നല്ല ആക്ടേഴ്സായിട്ടുള്ള ടൊവിനോ അല്ലെങ്കിൽ നിവിൻ പോളി, ഇവരെല്ലാം എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നല്ല ആക്ടേഴ്സായി മാറിയിട്ടുള്ളത്. ബേസിൽ ജോസഫ് ആണെങ്കിൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് എൻജിനീയറിംഗ് പഠിച്ചിറങ്ങിയത്, എന്നിട്ടാണ് ഡയറക്ടറായത്. ഇരുവശത്തും ടെൻഷനുണ്ട്, പക്ഷേ സെയിം ലാംഗ്വേജ് അല്ല. പാരൻസ് പറയും സെക്യൂറായിട്ട് പാത്ത് എടുക്കണമെന്ന്. സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ചിന്തിക്കും, ഈ പാത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുമെന്ന്. വീട്ടിൽ ആർഗ്യുമെൻറ്റ്സ് കുറയും, പക്ഷേ സൈലൻസ് ടെൻഷൻ കൂടും. സ്റ്റുഡൻസ് ഷെയറിങ് നിർത്തും, പാരൻസിനപ്പോൾ പ്രഷർ കൂടും. റിസൾട്ട് എന്താ ഉണ്ടാവുക? കൺഫ്യൂഷൻ ഡബിളാവും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാകത്തുമില്ല. അപ്പോഴാണ് പുതിയ ഗസ്റ്റ് വന്നത്. റീൽസിൽ, ന്യൂസിൽ, യൂട്യൂബിൽ എവിടെ നോക്കിയാലും ജോബ്സ് പോയി, AI മനുഷ്യനെ റീപ്ലേസ് ചെയ്യും, കോഡിംഗ് ഡെഡ്, ഡോക്ടേഴ്സ് റീപ്ലേസ് ആവും, ഡിസൈൻ ഓട്ടോമാറ്റഡ് ആവും. ഒരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇപ്പോൾ 4 വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഡിഗ്രി പാസ്സായിട്ട് വരുമ്പോൾ റെലവൻ്റ് ആവുമെന്ന്. വാലിഡ് ക്വസ്റ്റ്യനാണ്. പ്രോബ്ലം എന്താണ്? AI എല്ലാവരും ഒരു ഗോസ്റ്റായിട്ടാണ് കാണുന്നത്. ടൂളായി എക്സ്പ്ലെയിൻ ചെയ്യുന്നവർ വളരെ കുറവാണ്. എന്ത് ഇഗ്നോർ ചെയ്യണം, എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം,
ഇതൊക്കെ ആരും കൂടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല. ഫിയർ, പാരാലിസിസ്, അത് തന്നെയാണ് ഹാപ്പനിങ്. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ടു മെനി വോയിസസ്, ഫൈനൽ ജഡ്ജ്മെൻറ്റ് പ്രഷർ, ഹോം സൈലൻസ്, AI ഫിയർ. ട്രൂത്ത് എന്താ? നിങ്ങൾ ലേസിയല്ല, നിങ്ങൾ യൂസ്ലെസ്സുമല്ല. വേൾഡ് വളരെ ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അണ്ടർ പ്രിപ്പയർഡാണ്. സിലബസ് വളരെ സ്ലോ ആണ്, വേൾഡ് ഫാസ്റ്റാണ്. നിങ്ങൾ ഓടുകയാണ്, പക്ഷേ ഡെസ്റ്റിനേഷൻ അറിയില്ല. അതാണ് റിയൽ പെയിൻ. 7 റിയാലിറ്റീസ് നോബഡി ടെൽസ് യു. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വേൾഡ് പഴയ വേൾഡല്ല. ഇതാണ് ആ 7 റിയാലിറ്റീസ്. 1, സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്. AI ടൂൾസൊക്കെ 6 മാസം കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സിലബസ് ആണെങ്കിലോ അതൊരു 3-4 വർഷമെങ്കിലും മുന്നേ ക്രിയേറ്റ് ചെയ്തതാണ്. 2, ടീച്ചേഴ്സ് വേഴ്സസ് ഫീൽഡ്. ടീച്ചേഴ്സ് ഭയങ്കര സിൻസിയറും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ സത്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഇന്നത്തെ റിയൽ AI എക്കോസിസ്റ്റമായിട്ട് അല്ലെങ്കിൽ റിയൽ AI വേൾഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കുറവാണ്. 3, ഔട്ട്പുട്ട് ഗ്യാപ്പ്. നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം തിയറി ഓറിയൻറ്റഡ് ആണ്, അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് അല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി കരിക്കുലം ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വേൾഡ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങളെന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെന്തെങ്കിലും ടാസ്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രാക്ടിക്കൽ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 4, തിയറി വിത്തൗട്ട് ഡൂയിങ്. നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ ബുക്ക് വായിച്ചാൽ നമുക്ക് നീന്താൻ പറ്റുമോ? എഡ്യൂക്കേഷൻ ഇപ്പോഴും മെമ്മറൈസേഷൻ ടെക്നിക്കുകളിലാണ്, അല്ലെങ്കിൽ അതിൽ സ്റ്റക്കാണ്. ഇപ്പോഴും ആൾക്കാർ കാണാപ്പാഠം പഠിക്കുന്നതിലാണ് കൂടുതൽ എതിരിക്കുന്നത്, അല്ലാതെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിലല്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് പഠിക്കുന്നതിലല്ല. 5, എലോൺ ട്രാപ്പ്. എക്സാംസ് സോളോ ആണ്, റിയൽ വേൾഡ് ടീം സ്പോർട്ടാണ്. കാരണം റിയൽ വേൾഡിൽ നമ്മൾ ടീമായിട്ടായിരിക്കും സംതിങ് ബിൽഡ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കൊളോബറേറ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യാനുള്ളത്. സോ ഇന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 6, ബോറിംഗ് ഡിസൈൻ, ഗെയിംസ് ലെവൽസ്. എഡ്യൂക്കേഷൻ സ്ട്രെയിറ്റ് ലൈനാണ്, അതുകൊണ്ടാണ് സ്റ്റുഡൻസിൻ്റെയും ഇൻട്രസ്റ്റ് പോകുന്നത്. കാരണം ഇന്ന് സ്റ്റുഡൻസ് എല്ലാം ഒരുപാട് ഗെയിമെല്ലാം കളിച്ച് ചലഞ്ചസ് ചെയ്ത്, അപ്പോൾ ആ ചലഞ്ചൊക്കെ മീറ്റ് ചെയ്യാനാണ് സ്റ്റുഡൻസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ അവർക്കത്ര ആ ഒരു ഗെയിമിഫിക്കേഷൻ എഫക്റ്റ് കിട്ടുന്നില്ല. 7, നോ ആക്റ്റീവ് വോയിസസ്. അതായത് ഇപ്പോൾ വളരെ ഫ്യൂച്ചറായിട്ടുള്ള ടെക്നോളജികളിലും, അതായത് എമേർജിങ് ടെക്നോളജികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗൈഡൻസും മെൻറ്ററിങ്ങും ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ദ ന്യൂ ഫോർമുല. AI വന്നത് സ്റ്റുഡൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനല്ല, റിപ്പീറ്റേഷൻ റീപ്ലേസ് ചെയ്യാനാണ്. പ്രെഡിക്റ്റബിൾ വർക്ക് AI ചെയ്യും, ബാക്കിയുള്ളത് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് അതെല്ലാം മനുഷ്യൻ തന്നെ ചെയ്തു പറ്റൂ. ഓൾഡ് മോഡൽ, ലേൺ, ഡിഗ്രി, ജോബ്. ന്യൂ മോഡൽ, ലേൺ, ബിൽഡ്, ഷോ, ഇംപ്രൂവ്. AI വേൾഡ് റിവാർഡ്സ് ബിൽഡേഴ്സ്, സർട്ടിഫിക്കറ്റ് കളക്ടേഴ്സിന് ഒരിക്കലും ഇല്ല. സ്കെയറിയാണോ? മേ ബി. പക്ഷേ നിങ്ങൾക്ക് റൈറ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് സൂപ്പർ എക്സൈറ്റിംഗ് വേൾഡാണ്. ദ 5 ന്യൂ റൂൾസ്, ദ ചീറ്റ് കോഡ് ചാപ്റ്റർ. ഓക്കെ, നമുക്കൊരു ക്ലാരിറ്റി മോഡിൽ പോകാം. പഴയ റൂൾസൊക്കെ നമുക്ക് വിട്ടേക്കാം. +2 കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പുതിയ റൂൾസ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റൂൾ നമ്പർ 1, സ്കിൽസ് ഓവർ സിലബസ്. സിലബസ് ഈസ് വെരി സ്ലോ, ദ വേൾഡ് ഈസ് വെരി ഫാസ്റ്റ്. കോളേജ് പഠിക്കുമ്പോൾ പഠിക്കാം എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പുറകിലാണ്. കോളേജ് നിങ്ങൾക്ക് തരുന്നത് ഒരു ബേസ്മെൻറ്റ് മാത്രമായിരിക്കും. ബട്ട് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട നിങ്ങളുടെ സ്കിൽസ്, അതാണ് നിങ്ങൾക്ക് ബേസ്മെൻറ്റിനും അപ്പുറം ഒരു വലിയ കരിയർ തന്നെ ഉണ്ടാക്കി തരുന്നത്. റൂൾ 2, ഇംഗ്ലീഷ് ഈസ് എ ടൂൾ, നോട്ട് എ സബ്ജക്റ്റ്. ഇന്നത്തെ കാലത്ത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നും വേണ്ട, ഗ്രാമർ പെർഫെക്റ്റ് ആയാൽ മതി. ബട്ട് ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും അറിവും നമുക്ക് അത്യാവശ്യമാണ്. വൈ? ബിക്കോസ് വേൾഡിലെ ബെസ്റ്റ് AI ടൂൾസ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് ഇംഗ്ലീഷിലാണ്.
സോ ഇംഗ്ലീഷ് എന്നത് ഇന്നൊരു എക്സാം സബ്ജക്റ്റ് മാത്രമല്ല. ഇംഗ്ലീഷ് ഇറ്റ്സ് എ ആക്സസ് കീ. റൂൾ 3, ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ടെക്കിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല. കാരണം ഞാൻ കൊമേഴ്സാണ്, ഞാൻ ആർട്സാണ്, ഡസൻ മാറ്റർ. മെഡിസിൻ, ലോ, ഡിസൈൻ, ബിസിനസ് എല്ലാത്തിലും AI വന്നു കഴിഞ്ഞു. സോ ബേസിക് ടെക് അറിയില്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വെറുതെ പറയുന്ന ഒരു ന്യായം മാത്രമായിരിക്കും. യു മസ്റ്റ് ബി ഡിജിറ്റൽ ലിറ്ററേറ്റ്, അല്ലാതെ എസ്കേപ്പില്ല. റൂൾ നമ്പർ 4, പോർട്ട്ഫോളിയോ റെസ്യൂം. ഇനിയുള്ള കാലത്ത് പുതിയ എംപ്ലോയേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ പഠിച്ചു എന്നായിരിക്കില്ല. അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്നായിരിക്കും. പ്രൊജക്ട്സ് മാറ്റേഴ്സ്, ഔട്ട്പുട്ട് മാറ്റേഴ്സ്. ഒരു സിമ്പിൾ വെബ്സൈറ്റ്, ഒരു 4 ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ്, ദാറ്റ് ഈസ് യുവർ റിയൽ സർട്ടിഫിക്കറ്റ്. റൂൾ 5, ലേണിംഗ് നെവർ എൻഡ്സ്. പഴയ കാലത്ത് ഒരു സാധാരണക്കാരന് 23 വയസ്സ് വരെ പഠനം, പിന്നീട് ജോലി. എന്നാൽ ഇന്നത്തെ ലോകത്ത് അതൊരിക്കലും അങ്ങനെയല്ല. സ്റ്റഡി, ബിൽഡ്, സ്റ്റഡി, ബിൽഡ്, ദെൻ റിപ്പീറ്റ്. ഇറ്റ് മീൻസ് യു ഗെറ്റ് മൾട്ടിപ്പിൾ ചാൻസസ് ടു റീസ്റ്റാർട്ട്. അതെ, ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ചില റീസ്റ്റാർട്ട്സ്. ദ ആക്ഷൻ പ്ലാൻ, 0 to 100 ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ സർ, എല്ലാം മനസ്സിലായി. എന്താണ് ഇനി ചെയ്യേണ്ടത്? ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. ഹിയർ ഈസ് യുവർ 5 സ്റ്റെപ്പ് സ്റ്റാർട്ടർ പാക്ക്. സ്റ്റെപ്പ് 1, ലേൺ ഹൗ ടു ലേൺ. നിങ്ങളൊരു കാര്യം ടീച്ചർ പറയുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കരുത്. എന്തിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. ക്യൂരിയോസിറ്റി ഈസ് യുവർ സൂപ്പർ പവർ. ഇന്നത്തെ കാലത്ത് എന്തിനെപ്പറ്റി പഠിക്കണമെങ്കിലും യൂട്യൂബ് ഉണ്ട്, ഫ്രീ കോഴ്സുകളുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകളിൽ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. സോ നിങ്ങളിതെല്ലാം സ്വന്തമായി ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ലേൺ ചെയ്ത് തുടങ്ങണം. പിക്ക് എ ഡയറക്ഷൻ, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ലൈഫ് ലോങ് കരിയർ ഇപ്പോഴേ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് പിക്ക് എ ഡയറക്ഷൻ. ടെക്, ഡിസൈൻ, മീഡിയ, ഫിനാൻസ്, ഹെൽത്ത് കെയർ. വളർന്നു വരുന്ന ലോകത്ത് നമ്മുടെ കരിയേഴ്സിൽ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ നമ്മുടെ ഡയറക്ഷൻ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. സ്റ്റാർട്ട് വാക്കിംഗ്. ഡെസ്റ്റിനേഷൻ വഴിയേ ചിലപ്പോൾ മാറാം. സ്റ്റെപ്പ് 3, സ്റ്റാർട്ട് സ്കിൽ എക്സ്പോഷർ ഏർലി. കോളേജ് തുടങ്ങും മുമ്പേ എല്ലാം ബേസിക്കായി തുടങ്ങിയിരിക്കണം. ഡോക്സ്, ഷീറ്റ്സ്, ക്യാൻവ, നോഷൻ, ബേസിക് AI ടൂൾസ്. മേക്ക് യുവർ സെൽഫ് ഡിജിറ്റൽ റെഡി ബിഫോർ ഡേ 1 ഓഫ് കോളേജ്. സ്റ്റെപ്പ് 4, ബിൽഡ് മിനി പ്രൊജക്ട്സ്. അതൊരു വലിയ സ്റ്റാർട്ടപ്പൊന്നും തുടങ്ങേണ്ട കാര്യമില്ല. സ്മോൾ തിങ്സ്. സ്റ്റാർട്ട് എ ന്യൂസ് ലെറ്റർ, ഡിസൈൻ 5 പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ക്രിയേറ്റ് എ സ്റ്റഡി ഗ്രൂപ്പ് ഓൺലൈൻ. അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട്. ഒരിക്കൽ നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മറുപടി പറയാൻ വാക്കുകളില്ലാതിരിക്കരുത്. ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്തു എന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം. ദാറ്റ് കോൺഫിഡൻസ് ഈസ് ഡേഞ്ചറസ്. സ്റ്റെപ്പ് 5, മേക്ക് AI യുവർ പാർട്ട്ണർ. AI ഒരിക്കലും ഒരു ചീറ്റിംഗ് ഒന്നുമല്ല. AI നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റിനെ പോലെ ആക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഉപയോഗിക്കാം, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം, എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാം, ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിൽ AI ഉപയോഗിക്കാം. സ്മാർട്ട് സ്റ്റുഡൻസ് AI ഉപയോഗിച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ബി ദാറ്റ് സ്റ്റുഡൻറ്റ്. എ മെസ്സേജ് ടു പാരൻസ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പാരൻസിനോട് ഒരു വാക്ക്. ഇഫ് യു ആർ വാച്ചിങ് വിത്ത് പാരൻസ്, ഷോ ദം ദിസ് പാർട്ട്. എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഐ നോ യു ആർ സ്കെയർഡ്, യുവർ ഫിയർ ഈസ് വാലിഡ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കുക, യുവർ ചൈൽഡ് ഈസ് നോട്ട് ലേസി, ദേ ആർ നോട്ട് കെയർലെസ്. അവരൊരു കംപ്ലീറ്റ്ലി ന്യൂ വേൾഡിലാണ് വളരുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് മാറുന്ന, ചേഞ്ച് ചെയ്യുന്ന വേൾഡ്. അതുകൂടാതെ AI റൂൾസ് എല്ലാം മാറിപ്പോയി. അവരോട് ഫ്യൂച്ചർ എന്താവും എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്, എന്താണ് നിൻ്റെ മനസ്സിൽ പോകുന്ന പ്ലാനുകൾ, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നത്, നമുക്കൊന്നിച്ചിരുന്നൊന്ന് ആലോചിച്ച് നോക്കാം എന്ന് ചോദിച്ചു നോക്കൂ. ദാറ്റ് വൺ ഷിഫ്റ്റ് can change their entire life. So let's wrap this up. To every +2 student watching this,
നിങ്ങളൊട്ടും വൈകിട്ടില്ല, നിങ്ങളൊട്ടും വീക്കുമല്ല. നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടിംഗ് ലൈനിലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ സ്ട്രെയിനാണിത്. പക്ഷെ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് ഫെയർ. ദ AI വേൾഡ് ഡസൻറ്റ് നീഡ് ജസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ്. ഇറ്റ് നീഡ്സ് ബിൽഡേഴ്സ്, തിങ്കേഴ്സ്, പ്രോബ്ലം സോൾവേഴ്സ്. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റേ ക്യൂരിയസ്, കീപ് ഡൂയിങ് ഇറ്റ്. ഈ ചാനൽ മെൻ്റർ ടോക്സ് നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടുള്ളതല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് 1% ക്ലാരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ദിസ് വിത്ത് വൺ ഫ്രണ്ട് ഹൂ ഈസ് കൺഫ്യൂസ്ഡ് റൈറ്റ് നൗ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് 0 നിന്ന് 1 പോകും. See you in the next episode. Thank you. Shazu signing off.